അഴിമതികൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഒരുപാട് പേര് അഴിമതി നടത്തുന്നതിനെ കുറിച്ച്, ഉദ്യോഗസ്ഥർ, അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ, നമ്മളെ ഭരിക്കുന്നവർ ഒക്കെ ഉള്ള അഴിമതി. പക്ഷേ ഈ ജഡ്ജസിൻ്റെ ഭാഗത്തു നിന്നുള്ള അഴിമതി എന്ന് പറയുന്നത് ഒരുപാട് കേൾക്കാറില്ല, അങ്ങനെ ആ രീതിയിൽ വരാറില്ല, പുറത്ത് വരാറില്ല. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് കാണാനൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഈ ഒഫീഷ്യൽ ലൈഫിൽ. അതിനു മുമ്പ് ഞാൻ അഭിഭാഷകനായിരിക്കുമ്പോൾ മറ്റ് കീഴ്ക്കോടതിയിലെ ന്യായാധിപന്മാരെ വളരെ കുറച്ച് പേരാണ് അതുകൊണ്ട്, അല്ല എല്ലാവരും ഇല്ല, അങ്ങനെ വളരെ ഒരു ചെറിയ ഒരു ഭാഗം, ഏതാണ്ട് 1% എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ളവരെ അഴിമതി വീരന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കാനിടയായിട്ടുണ്ട്. കക്ഷികൾക്ക് പണം കൊണ്ട് കൊടുത്തിട്ട് അവസാനം ആദ്യം പറയാതിരിക്കും, പറഞ്ഞാൽ ഞാനിത് എടുത്തെറിയും ഈ ഫയൽ, അത് കാരണം പറഞ്ഞിട്ടില്ല, കാരണം പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ. ഇവൻ കൊണ്ടുവന്ന് കാശ് മുൻസിപ്പിനോ അല്ലെങ്കിൽ സബ്ജക്റ്റിക്കോ കൊടുത്ത് വിധി വാങ്ങാനാണെന്നെങ്കിൽ പിന്നെ അഭിഭാഷകനായി എന്നെ എതിരാണ് എന്നുള്ള രീതിയാണ് ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഫീസ് തന്ന് ഞാൻ കേസ് നടത്തും, അത് ജയിക്കുകയോ അത് തോക്കുകയോ ഒക്കെ ചെയ്യും. മിക്കവാറും ജയിക്കാറാ പതിവ്, തോക്കുന്നത് വളരെ പ്രയറാണ്. അപ്പോൾ അതിന് ജഡ്ജിക്ക് കാശ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ അങ്ങനെ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ വിധിയൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ചിലർ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്നതൊക്കെ കൊടുത്തു എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം അതെല്ലാം കഴിഞ്ഞു പോയതാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇല്ലാന്നില്ല. അവരിൽ പലരും സർവീസിൽ നിന്ന് പിന്നെ അവരെ ടെർമിനേറ്റ് ചെയ്തിട്ടുമുണ്ട്, പലരെയും. ഇത് കുറേ എണ്ണം അങ്ങനെ കുറച്ചുണ്ട്. അതായത് ഇതിനകത്ത് ഈ ബ്ലാക്ക് ഷീപ്പ് എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എത്ര ഈ കറുത്ത ഉടുപ്പിട്ട ആടെന്ന് നമുക്ക് പറയാം, അങ്ങനെ ഇട്ട ആളുകൾ എല്ലാ മേഖലയിലും ഉണ്ട്. അതുപോലെ ജഡ്ജിമാരുടെ ഇടയിലും ഉണ്ട് കുറച്ച്. പിന്നെ ഉയർന്നു പോകുമ്പോൾ, അതായത് ഇപ്പോൾ ഹൈക്കോടതി, സുപ്രീം കോടതി, ഇതൊക്കെ പോകുമ്പോൾ പലരുടെയും പേരിൽ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. സംശയാസ്പദമായിട്ട് നമ്മുടെ പുരികം ചുളിപ്പിക്കുന്ന വിധത്തിലുള്ള ചില വിധികൾ വന്നിട്ടുണ്ട് ചിലരുടെയൊക്കെ കാര്യത്തിൽ. അതൊക്കെ വലിയ പിടിപാടുള്ളവൻ്റെയും പണക്കാരൻ്റെയും അതുപോലെ തന്നെ വലിയ കഴിവുള്ളവൻ്റെയും വലിയ ആളിൻ്റെയും ഒക്കെ ആയിട്ട് ആകുമ്പോൾ പലരും അതിനകത്ത് വീണു പോകും. ആ വീഴുന്നത് വലിയ ആളായതുകൊണ്ടൊന്നും അല്ല, തുട്ടു ഹൈക്കോടതി തന്നെയാണ് അങ്ങനെ വീണത്. നമുക്ക് ഒരുപാടെണ്ണം അറിയാം, ഞാൻ ഏതാണെന്നൊന്നും പറയുന്നില്ല. എനിക്ക് ഞാൻ നേരിട്ട് കേട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ട്, അതുകൊണ്ട് എനിക്കത് അറിയാം. അതുകൊണ്ട് എന്നാലും ഞാൻ ഈ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട്, അതിന് എൻ്റെ തെളിവില്ലാത്തതുകൊണ്ടും ഞാനത് പുറത്ത് പറയുന്നില്ല. സുപ്രീം കോടതിയിലിരുന്ന ജഡ്ജിക്കെതിരെ യഥാർത്ഥത്തിൽ ഇംപീച്ച്മെൻറ്റ് രാമസ്വാമിക്കെതിരെ നടന്നില്ലേ? ഇംപീച്ച്മെൻറ്റ് വന്നു, പക്ഷേ ഇംപീച്ച്മെൻറ്റ് നടന്നില്ല, നടക്കുകയല്ല. അതാണ് നമ്മുടെ സിസ്റ്റം. പിന്നെ ഇതുപോലെ കൽക്കട്ട ഹൈക്കോടതിയിൽ ഇരുന്ന ഒരു ജഡ്ജിക്കെതിരെ ഇതേപോലെ നടന്നു, ഇംപീച്ച്മെൻറ്റ് പ്രൊസീഡിങ്സ് വരെ ആയി. പിന്നെ അത് ഏതായാലും അയാളങ്ങ് സർവീസിൽ നിന്ന് പോയി. ഇതുപോലെ ധാരാളം ആളുകൾ ഇതിനകത്ത് വല്ലപ്പോഴും, അത് ധാരാളം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ ഭാഗം ആളുകൾ ഇങ്ങനെയുള്ളവരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇതിൻ്റെ നടപടിക്രമങ്ങളെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഹൈക്കോടതി താഴോട്ടുള്ള ആളുകളെ ആണെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യും, അവരെ ഡിസ്മിസ് ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട്. നേരെ മറിച്ചൊരു ഹൈക്കോടതിക്ക് ജഡ്ജിയുടെ ആണെങ്കിലോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിനകത്ത് ഇംപീച്ച്മെൻറ്റ് നടപടി തന്നെ വേണം, ഇൻഹൗസ് പ്രൊസീജിയർ വേണം. ആദ്യം അതനുസരിച്ച് ആ റിപ്പോർട്ട് കൊടുക്കണം. ആ റിപ്പോർട്ട് കൊടുത്തിട്ട് ജോയിൻറ്റ് സിറ്റിങ്ങിൽ, പാർലമെൻറ്റിൻ്റെ ജോയിൻറ്റ് സിറ്റിങ്ങിൽ 2/3 മെജോറിറ്റി വേണം ഇയാളെ വെളിക്കളയാൻ. എളുപ്പമുള്ള കാര്യമാണ്. ഈ കള്ളത്തരം അറിയാൻ വയ്യാത്തവരൊന്നും അല്ല അവിടെ ഇരിക്കുന്ന ആളുകൾ. പക്ഷേ അവരിത് രാഷ്ട്രീയമായിട്ട് പലപ്പോഴും ആ കണ്ണിലൂടെ കാണും. കാരണം ബാക്കിയുള്ള ആൾ, ഇപ്പം ഭരിക്കുന്ന പാർട്ടിയാണ് ഇത് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ പലപ്പോഴും അത് യോജിക്കത്തില്ല. ഇനി പ്രതിപക്ഷത്തിരിക്കുന്നവരാണ് ഇത് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന യവന്മാർക്കെതിരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അല്ല, നാട് നന്നാവുന്നതിനെ കുറിച്ചല്ല അവിടെ ചിന്തിക്കുന്നത്. ഈ കള്ളനെ വെളിക്കളയുന്നതിനെ കുറിച്ചും അവർ ചിന്തിക്കാറില്ല പലപ്പോഴും. അങ്ങനെ ഇത് പലപ്പോഴും രക്ഷപ്പെട്ടു പോകും. ഇപ്പോൾ ഒരു അടുത്ത സമയത്ത്, അതായത് ഈ മാർച്ച് 14 ഒരു സംഭവം ഉണ്ടായി. ഈ കൈക്കൂലിയൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് ഇഷ്ടം പോലെ വാങ്ങിച്ചു വെക്കുമ്പോൾ ഇന്നത്തെ കാലത്തൊരു കുഴപ്പമുണ്ട്. ഇത് ക്യാഷായിട്ടേ വാങ്ങിക്കാൻ പറ്റൂ ഈ കൈക്കൂലി. അല്ലാതെ രേഖാമൂലം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ കിട്ടി, എന്ത് കിട്ടി എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് തെളിവ് വരും. ഡിജിറ്റലായിട്ടുള്ള ഒരു മാർഗവും നടക്കത്തില്ല. അപ്പോൾ ക്യാഷായിട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ഒരിടത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെച്ചേക്കും. എന്നിട്ട് സൗകര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. അത് സൗകര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത് ഡെപ്പോസിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്.
പിന്നെ ഏതെങ്കിലും വസ്തു വാങ്ങാനോ ഒക്കെ നേരെയുള്ള പണം കൊടുത്തിട്ട് വാങ്ങും. അതിൻ്റെ കൂടെ ഇതും കൂടെ കുറേ ഇടും. അതായത് അതിന് ബ്ലാക്ക് ഇത് കയ്യിലിരിക്കുന്ന കാശ്. ആ രീതിയിൽ അങ്ങനെയായിരിക്കും ഇവരൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ യശ്വന്ത് വർമ്മ എന്ന് പറയുന്ന ഡൽഹി ഹൈക്കോടതിയിലെ ഒരു സെക്കൻഡ് സീനിയർ മോസ്റ്റ് ആണ് അയാൾ. അതായത് ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞാൽ അടുത്തത് നമ്പർ 1, പിന്നെ നമ്പർ 2, പിന്നെ നമ്പർ 3. ഈ നമ്പർ 3 ആയിട്ട് വരുന്ന ആളാണ് അയാൾ. അതിൽ കൊളീജിയത്തിലൊക്കെ ഉള്ള ആളാണ്. ഇയാൾ അലഹാബാദുകാരനാണ് കേട്ടോ. അലഹാബാദ് ഹൈക്കോടതിയിലെ ഒക്കെ പ്രാക്ടീസൊക്കെ പണ്ട് ചെയ്ത് അവിടെ വക്കീലുമൊക്കെ ആയിരുന്നു. ഹൈക്കോടതിയുടെ തന്നെ അവിടുത്തെ സ്റ്റാൻഡിങ് കൗൺസിലായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ വന്ന് അവിടെ അഡീഷണൽ ജഡ്ജിയായി, പിന്നെ അവിടെ പെർമനൻറ്റ് ജഡ്ജിയായി. അങ്ങനെ ഇരുന്നപ്പോൾ അവിടുന്ന് അയാളെ ഡൽഹിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് ചോദിച്ചു വാങ്ങിയാണോ അതോ അയാളെ ട്രാൻസ്ഫർ ചെയ്താണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിരുന്നപ്പോൾ അയാൾ യഥാർത്ഥത്തിൽ നല്ല മിടുക്കനായ ആൾ കേട്ടോ. ഇയാൾക്ക് വിവരമുണ്ട് പല കാര്യങ്ങളിലും. അങ്ങനെ ഇയാൾ ടാക്സേഷൻ GSTയിലും ഒക്കെ അതേപോലെ തന്നെ ടാക്സ് മാറ്റേഴ്സിൽ ഇരുന്നതാണ്. അവിടെ ജഡ്ജായിട്ടിരുന്നതാണ്. അത് വളരെ കുറച്ച് പേരെ അങ്ങനെ ഇരിക്കാം. അപ്പോൾ ഇയാളുടെ അടുത്ത് വളരെ പ്രമാദമായ കേസുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ സ്പൈസ് ജെറ്റ് എന്ന് പറയുന്ന എയർലൈൻസ് ഉണ്ടായിരുന്നല്ലോ. ആ എയർലൈൻസിൻ്റെ കേസ് ഇയാളുടെ അടുത്തുണ്ടായിരുന്നു. അത് കലാനിധി മാരനുമായിട്ടുള്ള പ്രശ്നമാണ് ആ കേസ്. കലാനിധി മാരന് സ്പൈസ് ജെറ്റ് 579 കോടി രൂപ കൊടുക്കണം എന്ന് പറഞ്ഞൊരു അവാർഡുണ്ടായി, ആർബിട്രേഷൻ അവാർഡായി. ഈ ആർബിട്രേഷൻ അവാർഡ് കോടതി അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൻ്റെ മുകളിൽ സ്പൈസ് ജെറ്റ് കൊണ്ട് കൊടുത്ത കേസാണ് ഇയാളുടെ മുമ്പിൽ വന്നത്. കൂളായിട്ട് കലാനിധിമാരൻ അതിലങ്ങ് തോറ്റുപോയി. 579 കോടി രൂപയാണ്, അവാർഡാണ്, അതായത് ആർബിട്രേഷൻ അവാർഡാണ്. വളരെ നല്ലതായിരിക്കാനാണ് സാധ്യത. അതിലെ വളരെ ചുരുക്കം കേസുകളെ തോറ്റുപോകാറുള്ളൂ. പക്ഷെ കൂളായിട്ട് ഇത് വിധി കൊടുത്തിട്ടുണ്ട്. അപ്പം പണം എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി ഇതേപോലെ കുറേ വിധികളുണ്ട്. ഞാനത് പറയുന്നില്ല, കാരണം അത് ഒരു 5-6 വിധികൾ ഞാൻ ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വളരെ വളരെ പ്രമാദമായ കേസുകളാണ്. ഡൽഹി ഹൈക്കോടതിയിൽ അങ്ങനെ സാധാരണ അതുപോലെ വരും. അത്ര വലിയ കേസുകൾ വരും. ക്യാപിറ്റൽ സിറ്റി അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിൽ നിന്നെല്ലാം ഇഷ്ടംപോലെ പണം കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയതൊക്കെ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ഈ പണം വാങ്ങിച്ചാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒന്നാമത് ഇതിപ്പോൾ ചിലവാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ബാങ്കിൽ കൊണ്ടിടാൻ പറ്റത്തില്ല. പിന്നെ ഇത് വേറെ ഏതെങ്കിലും വിധത്തിൽ മറച്ചു കൊടുത്തോ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ന് ആരുടെയെങ്കിലും കയ്യിൽ ബനാമിയായിട്ട് ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവൻ തിരിച്ചു കൊടുക്കത്തില്ല. കാരണം വെറുതെ കിട്ടിയ കാശല്ലേ എന്ന് വിചാരിച്ച് ഇവൻ കൊടുക്കുകയല്ല. അപ്പോൾ ഇയാൾ ഇത് എല്ലാം കുറേയൊക്കെ കെട്ടിപ്പൊട്ടി കൈ വെച്ചുകൊണ്ടിരുന്നു. ചില്ലറ തുകയൊന്നും അല്ല, 15 കോടി 20 ലക്ഷം രൂപയാണ്. ആദ്യം അത് 5 കോടി 20 ലക്ഷം എന്ന് വെളിയിൽ വന്ന അത് ആദ്യം, പിന്നാണ് അത് 15 കോടി 20 ലക്ഷം എന്ന് വെളിയിൽ വന്നത്. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ വളരെ രസകരമാണ്. ഈ മാർച്ച് 14-ാം തീയതി അർദ്ധരാത്രി, അതായത് രാത്രി ഒരു 11:35 ഇയാളുടെ വീട്ടിൽ റെസിഡൻസിലുണ്ടല്ലോ, ഒഫീഷ്യൽ റെസിഡൻസിൽ ഡൽഹിയിൽ, അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി. ഈ തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ തീപിടുത്തം ഇത് അണയ്ക്കാനായിട്ട് ആളുകൾ ഈ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി. അപ്പോൾ അവിടെ അന്ന് ഇയാളില്ല, വീട്ടിലില്ല. അല്ലെങ്കിൽ അതിലോ എവിടെയോ കറങ്ങാൻ പോയതെങ്ങാണമായിരിക്കാം. ഏതായാലും ഈ തീപിടുത്തം അണയ്ക്കണമല്ലോ, ഫയർഫോഴ്സുകാർ വന്നു. തീപിടുത്തം അണയ്ക്കാനായിട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ തീ അണച്ച കൂട്ടത്തിൽ അവർ കാണുന്നത് ഈ മുറികളിലൊക്കെ ഇഷ്ടംപോലെ പണം ഇരിക്കുന്നു. എല്ലാം കൂടെ ഈ പറഞ്ഞ തുകയാണ്, 15 കോടി ശീർഷം രൂപ ഉണ്ട്. ഇത് അവരാരൊക്കെ പുറത്ത് വിട്ട് ഇതുണ്ടെന്ന്. അങ്ങനെ ഇത് പുറത്ത് നാട് മുഴുവനാണ്. ഇപ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത്. ഫയർഫോഴ്സിൻ്റെ മേധാവി പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് 1 രൂപ പോലും അവർ കണ്ടെടുത്തിട്ടില്ല, ഫയർഫോഴ്സ് കണ്ടെടുത്തിട്ടില്ല. അവർ ഫയർഫോഴ്സ് തീ അമർച്ച ചെയ്തതിന് ശേഷം ഈ പ്രോപ്പർട്ടി ഇത് നേരെ ഈ വീട് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തെന്നാണ് അവർ പറയുന്നത്. പോലീസിനായാലും ആർക്കായാലും മതി, ആ വീട്ടിൽ നിന്ന് രൂപ കണ്ടാൽ മതി, വേറൊന്നും വേണ്ട. ഇനി ഫയർഫോഴ്സ് കണ്ടില്ലെന്നൊക്കെ പറയാൻ ഇപ്പോൾ ഉണ്ട്. കാരണം ഇത് അതിലും വലിയ കള്ളനായിരിക്കുമോ, അതുകൊണ്ടായി വിളിച്ചു പറയുന്നത് ഇങ്ങനെ ഒന്നും കണ്ടില്ല എന്ന്. മിടുക്കനല്ലേ. ആ രീതിയിലാണ് അങ്ങോട്ട് പോകുന്നത്, കൈക്കൂലി ഇടപാട്. ഏതായാലും സുപ്രീം കോടതി ഇത് നോട്ട് ചെയ്യാനിടയായി. അപ്പോൾ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്
അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റാണ്. ഒന്നുമില്ലെങ്കിൽ തന്നെ ജസ്റ്റിസ് HR ഖന്നയുടെ അനന്തരവനാണ് അദ്ദേഹം. അപ്പോൾ ആ ബ്ലഡ് എങ്ങനെയായാലും കാണുമല്ലോ. അതുകൊണ്ട് അദ്ദേഹം ഇത് വളരെ സീരിയസ് ആയിട്ട് നോട്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇമ്മീഡിയറ്റ്ലി ഇയാൾ അലഹബാദിൽ നിന്ന് ഇങ്ങോട്ട് വന്നേക്കുന്നതിൻ്റെ പേരൻറ്റ് ഹൈക്കോർട്ടിലോട്ട് തിരിച്ചുവിടാം എന്ന് കൊളീജിയം വിളിച്ചു കൂട്ടി. 5 പേരാണ് അവിടുത്തെ കൊളീജിയം. ഈ 5 ജഡ്ജിമാരും കൂടെ ഇരുന്ന് തീരുമാനിച്ചു അത് നേരെ ഇങ്ങോട്ട് വിളിക്കണം. എന്നിട്ടും കൊളീജിയത്തിൽ ചിലർക്ക് ഇയാളെ പറഞ്ഞയക്കണം എന്നുള്ളതുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മളങ്ങ് വിട്ടാവക്കത്തില്ല, ഇൻഹൗസ് പ്രൊസീജിയർ വേണം എന്നുള്ളതുണ്ട്. അപ്പോൾ ജസ്റ്റിസ് ഖന്ന പറഞ്ഞു, ഏതായാലും ഒരു കാര്യം ചെയ്യും, ഇപ്പോൾ തൽക്കാലം ഇയാൾ തിരിച്ചങ്ങോട്ട് പോട്ടെ, അലഹബാദിലോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് അതിനുള്ള റെക്കമെൻഡേഷൻ ഗവൺമെൻറ്റിന് കൊടുത്തു. ഗവൺമെൻറ് വേണം ട്രാൻസ്ഫർ ഓർഡർ ഇഷ്യൂ ചെയ്യാൻ. അതാണ് വേണ്ടത്. ഈ കൈക്കൂലി വായിക്കുന്നവർക്കൊക്കെ ഒരു പ്രത്യേകത വരും. ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പണം ചിലവാക്കാൻ വലിയ പാടാണ്. ഇത് സൂക്ഷിച്ച് വെക്കാൻ പാടാണ്. അപ്പോൾ വീട്ടിൽ കെട്ടിപ്പൊതിഞ്ഞ് വെക്കണം. അങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് സൗകര്യം വരുമ്പോൾ എടുത്ത് പെരുമാറാനാണ്. അല്ലെങ്കിൽ ഈ ജോലി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി വെളിയിലെടുക്കാം, ഈ രീതിയാവും. പണ്ട് ഡീമോണിറ്റൈസേഷൻ വന്നപ്പോൾ ഇതുപോലെ കൈക്കൂലി വാങ്ങിച്ച് ചുരുട്ടി വെച്ചിരുന്നവന്മാർ ഒരുപാട് പേര് കഷ്ടപ്പെട്ടു കിടന്നു, ഒത്തിരി പേര്. കാരണം ഇത് എന്തോ ചെയ്യും, ഇത് ബാങ്കിൽ കൊണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇൻകം ടാക്സ് കൊടുക്കണ്ടേ, അത് ഇൻകം ടാക്സ് ആരും പിടിക്കത്തില്ലേ, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ വരും. ഇപ്പോൾ ഇതിനകത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇയാളെ വീട്ടിൽ നിന്ന് 15 കോടി രൂപ കണ്ടെടുത്തെങ്കിൽ ഇയാൾ ഈ 15 കോടി രൂപയ്ക്ക് അയാൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് അയാൾ കൊടുത്തിട്ടില്ല. സ്ട്രിക്റ്റ് ആയിട്ട് ഓരോ രൂപയ്ക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ടവരാണ്. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പണം അനധികൃതമായിട്ട് വാങ്ങിച്ച് കൈക്കൂലി വാങ്ങിച്ച് വെക്കുന്നവന്മാരുണ്ടല്ലോ, ഇത് വെച്ച് കഴിഞ്ഞാൽ എന്നായാലും ഇത് ഇവർ വെളിയിലറിയും. ഈ പണം, അതായത് ഈ ജുഡീഷ്യറിയിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ വിഭാഗമുള്ളൂ കറപ്ഷൻ ഉള്ള ആളുകൾ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ ഉള്ളവന്മാരുടെ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് മറ്റ് ജഡ്ജസിനും അതുപോലെ അഭിഭാഷകർക്കും ഇതറിയാം, ഉറപ്പാണ്. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു നാണക്കേട് ഉണ്ടാക്കാനാണ് ഇതിലേക്ക് വരേണ്ട കാര്യം. ഇവനൊക്കെ വേറെ വല്ല ബിസിനസ് ചെയ്താൽ പോരുന്നേ. ഇയാൾ വക്കീലായിട്ടിരുന്നിട്ട് എത്രയോ രൂപയാണ് ഉണ്ടായിക്കോട്ടെ, പക്ഷേ ജഡ്ജിയായിട്ട് വന്നിരുന്നിട്ട് ഈ പണി ചെയ്യാം. അപ്പോൾ ഇത് ഏതായാലും ഇത് വന്ന കാരണം എന്താ, ഈ തീ അണയ്ക്കാനായിട്ട് ആളുകൾ വന്ന് കണ്ടുപിടിച്ചെല്ലാം കൂടെ. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് വിധത്തിലായാലും ഇത് പൊങ്ങി വരും എങ്ങനെയായാലും. ഇപ്പോൾ അയാൾക്കെതിരെ ഇൻഹൗസ് പ്രൊസീജിയർ ഏതാണ്ട് ഓർഡർ ആയിട്ടുണ്ട്. CJI അത് വളരെ ഗൗരവമായിട്ട് എടുത്തിട്ട് അതിനുള്ള നടപടികൾ വരും. ആ നടപടികളുമായിട്ട് തന്നെ മുമ്പോട്ട് പോകണം. ഇയാളെ രാജി ചോദിച്ചു വാങ്ങിക്കണമെന്ന് മറ്റു ജഡ്ജിമാർ പറഞ്ഞു. വേറെ ഒരു നേതാവ് പറഞ്ഞുണ്ട് ഇയാളെ അങ്ങ് സസ്പെൻഡ് ചെയ്യണമെന്ന്. ആര് സസ്പെൻഡ് ചെയ്യും? സസ്പെൻഡ് ചെയ്യാനൊന്നുള്ള വകുപ്പില്ല. അയാൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്, ഒരു ഭരണഘടനാ അതോറിറ്റിയാണ് അയാൾ സസ്പെൻഡ് ചെയ്യാനൊന്നുള്ള പ്രൊവിഷൻ ഇല്ല. ഇംപീച്ച്മെൻറ്റിലൂടെ അല്ലാതെ ഇയാളെ പുറത്താക്കാനൊക്കത്തില്ല. അപ്പോൾ അതല്ലാതെ ഇപ്പോൾ പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റിങ് അതോറിറ്റി, ജഡ്ജിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന വാറണ്ട് ഒപ്പിടുന്ന പ്രസിഡൻ്റാണ്. ഇന്ത്യൻ പ്രസിഡന്റിന് ഇത് ഇയാളെ പിടിച്ചുവിടാൻ ഒക്കത്തില്ല. അത് ഈ ഇൻഹൗസ് പ്രൊസീജിയർ കഴിഞ്ഞ് അത് വന്ന് പാർലമെൻറ്റിലൂടെ ഇംപീച്ച്മെൻ്റ് അല്ലാതെ നടക്കത്തില്ല. അപ്പോൾ അത് ഈ പറയുന്നത് പോലെ സസ്പെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇയാൾക്ക് ജോലി കൊടുക്കാതിരിക്കാം, ഇയാളുടെ മുമ്പിൽ ഒഫീഷ്യൽ മാറ്റേഴ്സ് ഒന്നും കൊടുക്കരുത്, ഇയാളടുത്ത് വിളിച്ച് ചോദിച്ച് ഇയാളുടെ രാജി തിരിച്ച് വാങ്ങിക്കുക, അത് ശ്രമിക്കണം. നടക്കുന്നില്ലെങ്കിൽ ഇയാൾക്ക് ജോലിയൊന്നും കൊടുക്കരുത്. ഇങ്ങനെ ഒരുത്തനെ ഇരുത്തി തീറ്റിപ്പോറ്റുന്നു എന്നുള്ളത് ആളുകളൊക്കെ അറിയും. അങ്ങനെ ജോലി കൊടുക്കാതിരുന്ന ആളുകളുണ്ട്, കുറേ പേരുണ്ട്. സൗമിത്ര സെന്ന അതുപോലെ തന്നെ കുറേ ആളുകൾക്ക് അങ്ങനെ കൊടുക്കാതിരുന്നുണ്ട്. ജസ്റ്റിസ് രാമസ്വാമിക്ക് ഒക്കെ ജുഡീഷ്യൽ മാറ്റേഴ്സൊന്നും അവരെ മുമ്പിൽ കൊടുത്തിട്ടില്ല, ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നാണക്കേട് കൊണ്ട് നടക്കുന്നതും, അതായത് ഈ ഒരാല് കളിച്ചു വന്നാൽ അതും തണലാണ് എന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ, അങ്ങനെ ആ തണലിലിരിക്കുന്നവന്മാരുണ്ട്. അതുകൊണ്ട് ചിലർ പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഇയാൾ ഇറക്കി വിട്ടാലൊന്നും പോകുന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ഏതായാലും എന്താണെന്നറിയും, ഇപ്പോൾ ഉള്ള ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ്, ഈ അലഹബാദ് ഹൈക്കോടതി അയാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്, അയാളെ അവിടെ തിരിച്ചയക്കാൻ തുടങ്ങിയപ്പോൾ അലഹബാദ് ഹൈക്കോടതിയുടെ അവിടുത്തെ ബാർ അസോസിയേഷൻ, ഹൈക്കോർട്ട് ബാർ, അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഈ അലഹബാദ് ഹൈക്കോടതി എന്ന് പറയുന്നത് ഒരു ട്രാഷല്ല, അതായത് ട്രാഷ് എന്ന് പറഞ്ഞാൽ ചവറ്റുകൊട്ട, എച്ചിൽ കുഴി എന്നെങ്കിലും പറയത്തില്ലേ, പണ്ട് എച്ചിലെല്ലാം കൊണ്ടിടുന്ന സ്ഥലം എന്ന് പറഞ്ഞ പോലെ, ഇതൊരു ട്രാഷല്ല, ഇതൊരു ചവറ്റുകൊട്ടയല്ല ഇങ്ങനെ വൃത്തികെട്ടവന്മാരെയൊക്കെ ഇങ്ങോട്ട് അയക്കാൻ എന്ന് പറഞ്ഞ് അവർ ന്യായമല്ലേ പറയുന്നത്. ഇത്രയും വലിയ കറപ്റ്റായിട്ടുള്ളവർ തന്നെ പൊതിഞ്ഞ് കെട്ടി അങ്ങോട്ട് അയക്കുക, അപ്പോൾ അവർ സഹിച്ചോട്ടണം എന്നവർ പറഞ്ഞിട്ട് അവർ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതിനി വലിയ വലിയ വിവാദങ്ങളിലേക്കും സമരങ്ങളിലേക്കും ഒക്കെ നയിക്കാനുള്ള സർവകാല സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതായാലും ഇയാളുടെ പേരിൽ ഇൻഹൗസ് പ്രൊസീജിയർ എടുത്ത് അത് ആയിട്ട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് വാങ്ങി
അത് ഇംപീച്ച്മെൻറ്റ് നടപടിയുമായിട്ട് മുമ്പോട്ട് നീങ്ങുക. അതിന് മുമ്പായിട്ട് അയാളെടുത്ത് ഇതേപോലെ രാജി ചോദിക്കുക. അയാൾ തരുന്നെങ്കിൽ അതും വാങ്ങിച്ചു വെച്ചാൽ പിന്നെ പ്രശ്നമില്ല. ആ രീതി ആകട്ടെ.